യോഗ പരിശീലനത്തോടൊപ്പം നാട്യമുദ്രകൾ കൂടി സമന്വയിപ്പിക്കുന്ന യോഗ നാട്യം ശ്രദ്ധയാകർഷിക്കുന്നു. മരങ്ങാട്ടുപള്ളി ഗ്രാമപഞ്ചായത്തിലെ സർക്കാർ ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർ ആര്യ വിഷ്ണുവിൻ്റെ നേതൃത്വത്തിൽ ഉള്ള യോഗ ക്ലബ്ബാണ് യോഗാനാട്യം അവതരിപ്പിക്കുന്നത്. യോഗാനാട്യം എന്ന നൃത്തശില്പം ഇതിനോടകം നിരവധി വേദികളിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. सहस्रलोचन प्रभृत्य शेषलेख शेखर प्रसून धूलि धोरणी विधूसराग्रि पीठभूभुजङ्गराजमालया निबद्धजात चूटक श्रीचिराय जायतां चकोर बन्धुशेखर. മരങ്ങാട്ടുപള്ളി സർക്കാർ ആശുപത്രി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന യോഗ ക്ലബ്ബ് യോഗ പരിശീലനത്തോടൊപ്പമാണ് യോഗ നാട്യവും ആരംഭിച്ചത്. യോഗ പരിശീലനത്തിൻ്റെ പ്രാധാന്യവും പ്രത്യേകതയും പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായി അന്താരാഷ്ട്ര യോഗാ ദിനമായ ജൂൺ 21 അവതരിപ്പിച്ച യോഗാനാട്യം തുടർന്ന് പല ഉത്സവവേദികളിലും പൊതുവേദികളിലും അവതരിപ്പിച്ച് മുന്നേറുകയായിരുന്നു. ചേറാടിക്കാവിലെ തിരുവുത്സവത്തിന് യോഗാനാട്യ അവതരണം ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. മരങ്ങാട്ടുപള്ളി കാർഷികോത്സവത്തിലും വിവിധ സ്കൂളുകളിലും യോഗാനാട്യ അവതരണം നടന്നു. യോഗാനാട്യ അവതരണത്തിന് മികച്ച പ്രതികരണമാണ് എല്ലായിടത്തും ലഭിച്ചത്. 16ഓളം അംഗങ്ങൾ ഉൾപ്പെട്ട ടീമാണ് പരിപാടികളിൽ പങ്കുചേർന്നത്. സൂര്യനമസ്കാരം മുതൽ ശവാസനം വരെയുള്ള വിവിധ യോഗാസന മുറകൾ പശ്ചാത്തല സംഗീതത്തിൻ്റെ അകമ്പടിയോടെ ക്ലാസിക്കൽ നൃത്തശില്പമായി അവതരിപ്പിക്കുന്നതിന് റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥരും സ്ത്രീകളും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരും ജനപ്രതിനിധികളും ഉൾപ്പെടുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷ രാജു, മെമ്പർമാരായ നിർമ്മല ദിവാകരൻ, സലിമോൾ ബെന്നി തുടങ്ങിയവരും യോഗാനാട്യത്തിൽ പങ്കുചേർന്നു. ആണ്ടൂർ ആയുർവേദ ആശുപത്രിയിലെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റർ, പൈക്കാട് നെല്ലിത്താനത്തുമല, പാലക്കാട്ടുമല എന്നിവിടങ്ങളിലായി 100ഓളം പേർ യോഗ പരിശീലിക്കുന്നുണ്ട്. പ്രസിഡന്റ് ബെൽജി എമ്മാനുവൽ നേതൃത്വം നൽകുന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെയും ആശുപത്രി മാനേജ്മെൻറ്റിൻ്റെയും പൂർണ്ണ പിന്തുണയും പ്രോത്സാഹനവും ഇതിൻ്റെ പിന്നിലുണ്ട്. മികച്ച സേവനവും ക്രമീകരണങ്ങളും സൗകര്യങ്ങളും പ്രവർത്തന മികവും ഉൾപ്പെടെയുള്ള നിരവധി മാനദണ്ഡങ്ങൾ പരിഗണിച്ച് ഈയിടെ ദേശീയ അംഗീകാരമായ NABH അക്രഡിറ്റേഷൻ കൂടി ആരോഗ്യമന്ത്രിയിൽ നിന്ന് ലഭിച്ചതോടെ സൈക്യാട്രി ഉൾപ്പെടെ 3 ഡോക്ടർമാരുടെ സേവനവും മരങ്ങാട്ടുപള്ളി ആയുർവേദ ആശുപത്രിയിൽ ലഭ്യമാക്കിയിട്ടുണ്ട്.